സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരമറിഞ്ഞ ക്ഷുബ്ധനായ ഡോം മാനുവൽ രാജാവ് 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം 5 ദ്വീപിലാണ് അടുത്തത്. എന്നിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളെയും പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലോത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. പിന്നീട് വാസ്കോഡ ഗാമ കോഴിക്കോട്ടേക്ക് തിരിച്ചു. അറബികളുമായി സാമൂതിരി തുടർന്നു പോന്നിരുന്ന കച്ചവട ബന്ധം പോർച്ചുഗീസുകാർക്ക് ഒരു വെല്ലുവിളിയായിരുന്നതിനാൽ വാസ്കോഡ ഗാമ സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്നും എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. സാമൂതിരി ദേഷ്യത്തോടെ അത് നിരസിച്ചു. അതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിച്ചു. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു.